ഡിഫൻസ് ജോബ് ആസ്പിരൻസ്, നിങ്ങൾക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് ആണ്. നമുക്ക് രജിസ്ട്രേഷൻ ഫോർ ദ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് അഗ്നിവീർസ് ആൻഡ് ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സ് other ranks in Indian Army for the recruitment year 2025-26 has been extended till 25th April 2025. സംഗതി മനസ്സിലായല്ലോ. പഴയ നോട്ടിഫിക്കേഷൻ പ്രകാരം ആർമി അഗ്നിവീർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, GD തുടങ്ങിയ വിമൻ മിലിറ്ററി പോലീസ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 10 ആയിരുന്നു. അതാണ് ഏപ്രിൽ 10 നിന്ന് ഏപ്രിൽ 25 നീട്ടിയിരിക്കുന്നത്. മുൻപ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന പല കാരണങ്ങൾ, പ്രധാനമായി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട്, സെർവർ ബിസി ആയതുകൊണ്ടൊക്കെ അപേക്ഷിക്കാൻ കഴിയാതിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരു സുവർണ അവസരമാണ്. അതുകൊണ്ട് കൈവന്ന അവസരം നഷ്ടപ്പെടുത്താതെ എത്രയും വേഗം നിങ്ങൾ 8ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും ഇടയ്ക്ക് യോഗ്യത ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ തസ്തികളുടെയും അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കാം. ട്രേഡ്സ്മാൻ ആകുമ്പോഴത്തേക്കും 8-10, അത് കഴിഞ്ഞിട്ട് GD, പിന്നീട് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഈ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നേവി SSR, നേവി MR, നേവി SSR മെഡിക്കൽ അസിസ്റ്റന്റ്, ഈ തസ്തികകളുടെ അപേക്ഷാ തീയതി നീട്ടിയിട്ടില്ല. അത് ഏപ്രിൽ 10 തന്നെയാണ്. ഒരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇനി ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നേവിയുടെയും ആർമിയുടെയും നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ട്രേഡ്സ്മാൻ, അത് കഴിഞ്ഞിട്ട് GD, അത് കഴിഞ്ഞിട്ട് അഗ്നിവീർ ക്ലർക്ക്, അത് കഴിഞ്ഞിട്ട് സ്റ്റോർ കീപ്പർ, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ അസിസ്റ്റന്റ്, അത് കഴിഞ്ഞിട്ട് നേവിയുടെ MR, SSR മെഡിക്കൽ അസിസ്റ്റന്റ്. ഏതാണ്ട് 8ഓളം തസ്തികൾക്കാണ് ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് സിലബസ് ആൾമോസ്റ്റ് സെയിം എന്ന് പറയുമെങ്കിൽ കുറെ ടോപ്പിക് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇത്രയും തസ്തികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളെ PSCയുടെ പരീക്ഷ പോലെ അല്ല ഇത്. PSC പരീക്ഷയ്ക്കാണെങ്കിൽ നമ്മൾ ഒരിക്കൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അപേക്ഷ സമർപ്പിച്ച് അതിന്റെ മറ്റു നടപടികളെല്ലാം കഴിയുമ്പോഴത്തേക്കും വർഷങ്ങളെടുക്കും. 5 വർഷം വരെ എടുക്കും ചില നോട്ടിഫിക്കേഷൻ വന്നില്ല, നിയമനമാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് 6 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്ക് എല്ലാ നടപടിക്രമങ്ങളും നടന്ന് നിയമനം നമുക്ക് ലഭിക്കും. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു മഹത്തായ അവസരമാണിത്. ഭംഗിയായി നമ്മൾ വിനിയോഗിക്കുക. അഭിഷേക് AFPTയുടെ കൊട്ടാരക്കര ബ്രാഞ്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സന്തോഷമുണ്ട്. അത് തന്നെ ഈ ഒരു 18ാമത്തെ വയസ്സിൽ തന്നെ ഇത്രയും ഒരു പെർമനന്റ് ജോബായിട്ടൊക്കെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അതിൽ തന്നെ ഭയങ്കര ഒരു സന്തോഷം. നമ്മുടെ അംബീഷൻ, കുഞ്ഞുനാൾ മുതലുള്ള അംബീഷൻ, പിന്നെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും റിസോഴ്സ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടോട്ടേ ഉണ്ടായിരുന്നു. 10 കഴിഞ്ഞ് ഞാൻ എങ്ങനെ എന്റെ അംബീഷൻ കൈവരിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാനിങ് നടത്തിയായിരുന്നു. അപ്പോഴേ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഒരു ടെൻഷൻ ഒഴിഞ്ഞു കിട്ടും. അത് അവർ തന്നെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി തരാം. അപ്പോഴാണ് AFPT കൊട്ടാരക്കരുള്ളത്. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവിടെ നമ്മൾക്ക് ആദ്യമേ ഒരു ഫിസിക്കലും മെഡിക്കൽ ടെസ്റ്റും നടത്തിയാൽ നമ്മളത് ഓക്കെ ആണെങ്കിലാണ് അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ അഡ്മിഷനും കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ +1 +2 ഇതും കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോയത്. നമ്മൾ +2 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി സെറ്റിലായി.